JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡ്രൈവർ ഗ്രേഡ് 2 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഈ തസ്തികയിലേക്കുള്ള പരീക്ഷ 26-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോഡിലെ വരകൾ, റോഡ് മാർക്കിങ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആർക്കൊക്കെ അറിയാം ആ ചോദ്യത്തിന് ഉത്തരം? റോഡിലെ വരകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, റോഡിലെ വരകളൊക്കെ. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ട്രാഫിക് നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകാനുമാണ് എന്തിനാണ് റോഡിലെ വരകൾ. റോഡിലെ വെളുത്തതും മഞ്ഞ നിറത്തിലുള്ളതുമായ വരകൾ, അതായത് സോളിഡ് ലൈനുകളും ഡാഷ്ഡ് ലൈനുകളും സീബ്ര ക്രോസിങ്ങുകളൊക്കെ ഗതാഗതത്തെ നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് ദിശാബോധം നൽകാനും ഓവർടേക്കിംഗ് എവിടെ അനുവദനീയമാണ് തുടങ്ങിയ വിവരങ്ങൾ നൽകാനും സഹായിക്കുന്നു. അപ്പോൾ ഈ റോഡിലെ വരകളൊക്കെ ട്രാഫിക് നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകാനുമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പരിശോധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ടയർ പ്രഷർ, ഓയിൽ ലെവല്, ലൈറ്റുകൾ, ഹോൺ എന്നിവയെല്ലാം പരിശോധിക്കണം. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വാഹനം പുറപ്പെടുന്നതിന് മുമ്പ് ടയർ പ്രഷർ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളന്റ്, ലൈറ്റുകൾ, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ടേൺ സിഗ്നൽ, ഹോൺ, വൈപ്പറുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു കാറിന്റെ ചിത്രം അല്ലെങ്കിൽ കാറിന്റെ ചിത്രത്തിന് മുകളിലൂടെ ഒരു ചെരിച്ച വര ഉള്ള ഒരു ട്രാഫിക് ചിഹ്നം കണ്ടാൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു കാറിന്റെ ചിത്രം അല്ലെങ്കിൽ കാറിന്റെ ചിത്രത്തിന് മുകളിലൂടെ ഒരു ചെരിച്ച വര, ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? കാറുകൾക്ക് പ്രവേശനമില്ല, കാറുകൾക്ക് പ്രവേശനമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ കണ്ടാൽ അവിടേക്ക് കാറുകൾക്ക് പ്രവേശനമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ട്രാഫിക് പോലീസിനെയോ അധികാരികളെയോ അറിയിക്കുക. അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നത് മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ സ്വയം ഇടപെടാതെ ട്രാഫിക് പോലീസിനെയോ മോട്ടോർ വാഹന വകുപ്പിനെയോ വിവരം അറിയിക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം വലത്തേക്ക് വളയുന്നു. ഇങ്ങനെയുള്ള ട്രാഫിക് ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം വലത്തേക്ക് വളയുന്ന രീതിയിൽ അത് കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വലത്തോട്ടുള്ള വളവ്. ഈ ചിഹ്നം മുന്നോട്ട് ഒരു വലത്തോട്ടുള്ള വളവ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർ വേഗത കുറച്ച് ശ്രദ്ധയോടെ വളവ് തിരിയണം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹന ഇൻഷുറൻസ് എന്തിന് നിർബന്ധമാണ്? വാഹന ഇൻഷുറൻസ് എന്തിന് നിർബന്ധമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ. അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനും നിയമപരമായ ബാധ്യതകൾക്കും വാഹന നിയമം അനുസരിച്ച്, മോട്ടോർ വാഹന നിയമമൊക്കെ അനുസരിച്ച് റോഡിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും കുറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇത് അപകടമുണ്ടായാൽ മറ്റു വ്യക്തികൾക്കോ വസ്തുവകകൾക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക്
നഷ്ടപരിഹാരം നൽകാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളൊരു ബസ്സോ മറ്റു പൊതുഗതാഗത വാഹനമോ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾ ഒരു ബസ്സോ മറ്റു പൊതുഗതാഗത വാഹനമോ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ അവരെ കടന്നു പോവുക. പ്രത്യേകിച്ച് യാത്രക്കാർ റോഡിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ ബസ്സുകളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന യാത്രക്കാര്, പ്രത്യേകിച്ച് കുട്ടികൾ, അപ്രതീക്ഷിതമായി റോഡിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് അല്ലേ. അതിനാൽ അത്തരം വാഹനങ്ങളെ കടന്നു പോകുമ്പോൾ വേഗത കുറയ്ക്കുകയും അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവന്ന ട്രാഫിക് ലൈറ്റ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? വാഹനം ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിലൊക്കെ ചുവന്ന ട്രാഫിക് ലൈറ്റുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലേ. അത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ലൈനിന് പിന്നിൽ വാഹനം പൂർണ്ണമായും നിർത്തുക. ചുവന്ന ലൈറ്റ് അതായത് സ്റ്റോപ്പ് എന്നർത്ഥമാക്കുന്നു. ട്രാഫിക് ലൈറ്റുകൾ മുൻപിലുള്ള സ്റ്റോപ്പ് ലൈനിന് പിന്നിൽ വാഹനം പൂർണ്ണമായും നിർത്തണം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ള ഒരു റെയിൽവേ ട്രാക്കും ഒരു ട്രെയിനും ഉള്ള ഒരു ട്രാഫിക് ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അൺമാൻഡ് റെയിൽവേ ക്രോസിംഗ്, കാവലില്ലാത്ത ലെവൽ ക്രോസിംഗ്. അതായത് ഈ ചിഹ്നം, അതായത് ഏത് ചിഹ്നമാണ്? ഒരു ത്രികോണത്തിനുള്ള ഒരു റെയിൽവേ ട്രാക്കും ഒരു ട്രെയിനും ഉള്ള ഒരു ചിഹ്നം കണ്ടാൽ കാവലില്ലാത്ത റെയിൽവേ ക്രോസിംഗ്, അൺമാൻഡ് ലെവൽ ക്രോസിംഗ് മുന്നിലുണ്ടെന്ന് അത് ആ ചിഹ്നം സൂചിപ്പിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം ക്രോസിംഗ് കടന്നു പോകാൻ പാടുള്ളൂ. അതീവ ജാഗ്രത ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ എന്തു ചെയ്യണം? കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കാൽനട യാത്രക്കാർക്ക് വേണ്ടത്ര സ്ഥലം നൽകി ശ്രദ്ധയോടെ അവരെ കടന്നു പോകുക. അതായത് ഈ ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. അവരെ കടന്നു പോകുമ്പോൾ വേഗത കുറയ്ക്കുകയും അവർക്ക് മതിയായ സുരക്ഷിത അകലം നൽകുകയും ചെയ്യേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 മാസം മുമ്പ് മുതൽ കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെ. അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 മാസം മുമ്പ് മുതൽ പുതുക്കുന്നതിന് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെ അധിക ഫീസ് ഇല്ലാതെ പുതുക്കാൻ അനുവാദമുണ്ട്. അതിനുശേഷം കാലതാമസത്തിന് പിഴ ഈടാക്കുകയും ചിലപ്പോൾ വീണ്ടും ടെസ്റ്റ് പാസ്സാകേണ്ടി വരികയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈക്കിൾ യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം? നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ സൈക്കിൾ യാത്രക്കാരെ കണ്ടാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അവർക്ക് മതിയായ സുരക്ഷിത അകലം നൽകി ഓവർടേക്ക് ചെയ്യുക, പ്രത്യേകിച്ച് തിരിയുന്ന വളവുകളിൽ. സൈക്കിൾ യാത്രക്കാര് റോഡിൽ ദുർബലരായ ഉപയോക്താക്കളാണ്. അവരെ ഓവർടേക്ക് ചെയ്യുന്ന അവസരത്തിൽ എപ്പോഴും മതിയായ സുരക്ഷിത അകലം, അതായത് ഏകദേശം 1.5 മീറ്റർ പാലിക്കുകയും വളവുകളിലും മറ്റും അപകടകരമായ സാഹചര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര വർഷമാണ്? എത്ര വർഷമാണ്?
15 വർഷമാണ് അല്ലേ? ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? 15 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. അപകടകരമായ സാഹചര്യങ്ങളിൽ അടിയന്തരമായി നിർത്താൻ ആവശ്യമായ ദൂരം എന്താണ്? ഇപ്പോൾ അപകടകരമായ ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യങ്ങൾ അടിയന്തരമായിട്ട് നിർത്താൻ ആവശ്യമായ ദൂരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പ്രതികരണ ദൂരവും ബ്രേക്കിംഗ് ദൂരവും ചേർന്നത്. അതായത് ഒരു ഡ്രൈവർ അപകടം കണ്ട് ബ്രേക്ക് ചവിട്ടാൻ തീരുമാനിക്കുന്ന വരെയുള്ള ദൂരത്തെ പ്രതികരണ ദൂരം എന്നും ബ്രേക്ക് ചവിട്ടിയ ശേഷം വാഹനം പൂർണ്ണമായി നിർത്താൻ എടുക്കുന്ന ദൂരത്തെ ബ്രേക്കിംഗ് ദൂരം എന്നും പറയുന്നു. ഈ രണ്ട് ദൂരങ്ങളുടെയും ആകെത്തുകയാണ് വാഹനം പൂർണ്ണമായി നിർത്താൻ ആവശ്യമായ ദൂരം. വേഗത കൂടുന്നതനുസരിച്ച് ഈ ദൂരങ്ങളും കൂടും. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു യു ടേൺ എടുക്കുന്നതിന്റെ ചിഹ്നം, അതിന് ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു യു ടേൺ എടുക്കുന്നതിന്റെ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. യു ടേൺ എടുക്കാൻ പാടില്ല. അതായത് ഒരു വൃത്തത്തിനുള്ളിൽ യു ടേൺ ചിഹ്നത്തെ കുറുകെ മുറിക്കുന്ന ചെരിച്ച വര ആ സ്ഥലത്ത് യു ടേൺ എടുക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും തിരക്കേറിയ റോഡുകളിലോ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലോ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിൽ അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന ഹോൺ ഉപയോഗിക്കുന്നത് നിയമപരമായി അനുവദനീയമാണോ? വാഹനത്തിൽ അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന ഹോണ് ഉപയോഗിക്കുന്നത് നിയമപരമായി അനുവദനീയമാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അല്ല, അത് ശബ്ദ മലിനീകരണമാണ്. അതായത് അനാവശ്യവും അമിതവുമായ ശബ്ദമുണ്ടാക്കുന്ന ഹോണുകൾ ഉപയോഗിക്കുന്നത് ശബ്ദ മലിനീകരണത്തിനും മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതിനും കാരണമാകും. നിയമപ്രകാരം ഇത്തരം ഹോണുകൾക്ക് വിലക്കുണ്ട്. ഹോൺ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുകയാണെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങളൊരു ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുകയാണെങ്കിൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വലതുവശത്തേക്ക് സിഗ്നൽ നൽകി വേഗത കുറച്ച് ശ്രദ്ധയോടെ തിരിയുക. ഏത് തിരിയലിനും മുൻപായും കൃത്യമായ സിഗ്നൽ നൽകുകയും വേഗത കുറച്ച് ശ്രദ്ധയോടെ മാത്രം തിരിയുകയും ചെയ്യണം. ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുമ്പോൾ വലത് സിഗ്നൽ നൽകി ട്രാഫിക് ശ്രദ്ധിച്ച് തിരിയുക. അടുത്ത ക്വസ്റ്റ്യൻ. ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുന്നതിന്റെ പിഴ എന്താണ്? ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ചാൽ അതിന്റെ പിഴ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 5000 രൂപയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. മോട്ടോർ വാഹന നിയമം 2019 അനുസരിച്ച് ഇതിന് 5000 രൂപ പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഇത് അപകടങ്ങൾക്ക് കാരണമാവുകയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ഈ ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ള ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സീബ്ര ക്രോസിംഗ് മുന്നിലുണ്ട്. അതായത് ഈ ചിഹ്നം കണ്ടാൽ മുന്നിൽ ഒരു സീബ്ര ക്രോസിംഗ് ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും കാൽനട യാത്രക്കാർക്ക് വഴി നൽകാൻ തയ്യാറെടുക്കണമെന്നും സൂചിപ്പിക്കുന്നു. അതായത് ത്രികോണത്തിനുള്ളിൽ ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ആ ട്രാഫിക് ചിഹ്നം കണ്ടാൽ മുന്നിൽ ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും കാൽനട യാത്രക്കാർക്ക് വഴി നൽകാൻ തയ്യാറെടുക്കണമെന്നും സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ എന്തു ചെയ്യണം? വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ. സുരക്ഷിതമായ ഒരിടത്ത് നിർത്തി വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുക. ഉറക്കം ഡ്രൈവിംഗ് ശ്രദ്ധയെയും പ്രതികരണശേഷിയെയും സാരമായി ബാധിക്കും. ഉറക്കം തൂങ്ങിക്കൊണ്ട് വാഹനം ഓടിക്കുന്നത് വളരെ അപകടകരമാണ്. സുരക്ഷിതമായ ഒരിടത്ത് വാഹനം നിർത്തി മതിയായ വിശ്രമം എടുത്ത ശേഷം മാത്രം യാത്ര തുടരുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ഒരു വളവ് തിരിയേണ്ടതുണ്ടെങ്കിൽ ഏത് ഗിയർ ഉപയോഗിക്കണം? ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ഒരു വളവ് തിരിയേണ്ടതുണ്ടെങ്കിൽ ഏത് ഗിയർ ഉപയോഗിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, താഴ്ന്ന ഗിയർ. ഒരു വളവ് തിരിയുമ്പോൾ വാഹനത്തിന് കൂടുതൽ നിയന്ത്രണവും കരുത്തും ആവശ്യമാണ്. അതിനാൽ വേഗത കുറച്ച് താഴ്ന്ന ഗിയറിലേക്ക് മാറ്റുന്നത് സുരക്ഷിതമായി വളവ് തിരിയാൻ സഹായിക്കും. ഉയർന്ന ഗിയറിൽ വാഹനം നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകൾ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകൾക്കൊക്കെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, എത്രയും പെട്ടെന്ന് പുതിയ ടയറുകൾ മാറ്റുക. കാരണം തേയ്മാനം വന്ന ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവായിരിക്കും. പ്രത്യേകിച്ച് മഴയുള്ള റോഡുകളിലൊക്കെ ഇത് ബ്രേക്കിംഗ് ദൂരം കൂട്ടുകയും വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ തേയ്മാനം വന്ന ടയറുകൾ ഉടൻ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു ഹോൺ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വൃത്തത്തിനുള്ളിൽ ഒരു ഹോൺ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കണ്ടാൽ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.